ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഉപ്പുമാവിൻ്റെ റെസിപ്പിയല്ല, ഉപ്പുമാവ് ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഉപ്പുമാവിനെ നല്ല സ്മൂത്തായിട്ട് തരിയായിട്ട്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു തരിയായിട്ട് ഉപ്പുമാവ് കിടക്കും, കുറച്ച് കട്ട പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ ആ കട്ടയൊക്കെ മാറ്റി എങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഉപ്പുമാവിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടിയും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കട്ടയും തരിയൊന്നും ഇല്ലാതെ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാലും ഞാനിടുന്ന അടുത്ത വീഡിയോ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉപ്പുമാവ് നല്ല സ്മൂത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഉപ്പുമാവ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, എല്ലായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കണ്ടോ. എന്നിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുക്ക് ചെയ്ത സമയത്ത് ഈ എല്ലാം നല്ലതായിട്ട് കട്ട പിടിച്ച് പോയി കണ്ടോ, നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ്, അപ്പോൾ ഇതുപോലെ ജാറെടുക്കുക മിക്സിയുടെ, എന്നിട്ട് അതിലേക്ക് ഉപ്പുമാവ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇട്ടതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഇത്രയും മതി. എന്നിട്ട് നോക്കണം, അതിന് ശേഷം ഒന്നും കൂടി ഇത്രയും മതി. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇടാം. ഉണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്, ഉടഞ്ഞതെല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ ചെയ്യണം. ഇപ്പം നല്ല തരിയുണ്ട് കേട്ടോ, നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുളകൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ അതൊന്നും ഇടുന്നില്ല, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എരിവ് ഒത്തിരിയാവും. ഉള്ളിയും പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു മുളക് ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇത് വേണ്ട, ഇത് മാറ്റി വയ്ക്കാം. ബാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കും. ഇതൊന്നും സംഭവിക്കുകയൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ടാവും, പ്രശ്നമൊന്നും വരില്ല. ഒരുപാട് നമ്മൾ അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ക്ലിക്കാക്കിയാൽ മതി. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടോ, ഒരുപാട് പൊടിക്കണ്ട. അതെ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, തരിയൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കാസറോൾ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.